ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ആറന്മുള പോവാണ്. ആറന്മുള വള്ളസദ്യ എന്നൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഞാൻ ഇത്രയും വർഷമായിട്ട് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് അപ്പോൾ പിള്ളേരെയും കൊണ്ടൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. അവർക്ക് എക്സാം ആയതുകൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഇത് നമുക്കിന്ന് അവിടെ കൂപ്പണുണ്ട് അവിടെ പോകുന്നതിന്. അപ്പം അപ്പുവാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ അപ്പുവിനെ എല്ലാവർക്കും ഒക്കെ അറിയാമല്ലോ, നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പുവാണ് നമുക്ക്, ബാസുവിൻ്റെ ഫ്രണ്ടാണ് അപ്പു. അപ്പം അപ്പുവാണ് നമുക്ക് കൂപ്പൺ തന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനും ചേട്ടനും കൂടെ പോവാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഈ ആറന്മുളയിൽ വള്ളസദ്യ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വഴിപാട് പോലെയാണ് കേട്ടോ. അതൊരു നമ്മളെന്താ ഒരു നേർച്ച പോലെ നമ്മൾ അവിടുത്തെ ഫുഡൊക്കെ കഴിക്കാൻ കിട്ടാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് വള്ളസദ്യ കഴിക്കാൻ പോകുന്നത്. കണ്ടിട്ട് ഉള്ളൂ, കേട്ടിട്ടും ഉണ്ട്, പക്ഷെ കഴിച്ചിട്ടില്ല. വീഡിയോയ്ക്ക് അതിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, നേരിട്ടൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഞങ്ങളിന്ന് ആറന്മുള അമ്പലത്തിൽ പോവാണ്. അപ്പോൾ ഇപ്പം ഞാനും ചേട്ടനും കൂടെ ഇവിടുന്ന് പോയി അമ്പലത്തിൽ കയറി തൊഴുതേച്ച് വെള്ളസദ്യയൊക്കെ കഴിച്ചേച്ച് അവിടുത്തെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കുന്നതായിരിക്കും. എന്നെയാണ് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് നാളത്തൊരു ആഗ്രഹമായിരുന്നു അവിടുത്തെ സദ്യ കഴിക്കണമെന്നുള്ളത്. ഇപ്പോൾ ഇത്രയും വർഷം ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളാണ് കേട്ടോ, ഇതുവരെയും പോകാൻ പറ്റിയിട്ടില്ല. വള്ളംകളിയൊക്കെ കാണാൻ പോയിട്ടുണ്ട്, പക്ഷേങ്കിൽ ആറന്മുള വള്ളസദ്യ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളിന്ന് വള്ളസദ്യ കഴിക്കാനായിട്ട് പോവാണേ. അപ്പോൾ നമുക്ക് ഇനി അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ മറക്കണ്ട, ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. ആണോ വരുന്നേ? ഞങ്ങൾ അങ്ങനെ ആറന്മുളയിലെത്തി കേട്ടോ. നീണ്ട ഇവിടുത്തെ വള്ളങ്ങളൊക്കെ കിടക്കുന്നത് കണ്ടോ. ഒരു വള്ളം അവിടുന്നും വരുന്നുണ്ട്, ഒരു വള്ളം അങ്ങോന്നും വരുന്നുണ്ട്. നിൽക്കാവേ, ഞാൻ എൻ്റെ വീഡിയോ നിർത്തട്ടെ. ഞാനും എൻ്റെ ഭർത്താവും മാത്രമേ ഉള്ളൂ. പിള്ളേർ ക്ലാസ്സിലായിരുന്നേ കൊണ്ടുവരായിരുന്നു. ക്ലാസ് ഉള്ളപ്പോൾ ഇപ്പം എക്സാമും കൂടെ, ക്ലാസ് ആയിരുന്നു പിന്നെയും വേണ്ടില്ല, എക്സാം എങ്ങനെയാണ് കളയുന്നത്. ഞങ്ങൾ ആറന്മുള അമ്പലത്തിലെത്തി കേട്ടോ. അമ്പലത്തിൽ കയറി തൊഴുതേച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു.
ഞാൻ ഈ വീഡിയോയിലൊന്നും പറയാത്തതെന്നു വെച്ചാൽ ഇതിനെപ്പറ്റി ഒന്നും വിശദമായിട്ട് പറയാനായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. അറിയാൻ മേലാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് തെറ്റ് പറ്റണ്ടല്ലോ എന്നോർത്താണ് പറയാത്തത്. അപ്പം ഞങ്ങളിത് പുല്ലുപ്പുറത്തിൻ്റെ ഇതായിട്ടാണ് വന്നത്. അപ്പോൾ ഇതിനകത്ത് ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചേക്കുക. ഭഗവാന് ഉള്ളതെല്ലാം ഇതാക്കി വെച്ചേക്കുക. അതെല്ലാം ഓരോരോ കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ. എനിക്കറിയില്ല കേട്ടോ. അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെയൊക്കെ ഒന്ന് അറിയിച്ചേക്കുക. അപ്പം കുറച്ചൊക്കെ എനിക്കറിയാം. പക്ഷേ നമ്മൾ ഒന്നും പൂർണ്ണമായിട്ട് അറിയാതെ അതിനെപ്പറ്റി പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതിനകത്ത് സദ്യയെല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചേക്കുവാണ്. ഇനി വള്ളക്കാരപ്പം ഒത്തിരി ഇങ്ങനെ കരക്കാർ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ 5ാമത്തെ നമ്പറിൻ്റെ ആ ഒരു ഇതായിരുന്നു വന്നത്. അപ്പം അവിടെ ഇനി വള്ളക്കാരൊക്കെ വന്നിട്ട് വേണം അകത്തോട്ട് ഇനി ആൾക്കാരെ കയറ്റുന്നത്. ആദ്യം വള്ളത്തെ വരുന്നവർക്കാണ്, അത് കഴിഞ്ഞാണ് ബാക്കിയുള്ളവരവിടെ പാസ് നിൽക്കുന്നതിന് പിന്നെ വഴിപാടിൻ്റെ ആൾക്കാരും ഒക്കെ ആയിട്ട് കയറുന്നത്. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പാവസങ്ങളുണ്ട്. ഈ വള്ളത്തെ വരുന്നവർ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമല്ല കേട്ടോ ബാക്കിയുള്ളവർക്ക്. അവർ ആദ്യം കയറിയതിന് ശേഷമാണ് അടുത്ത ആൾക്കാർ കയറുന്നത്. അകത്ത് പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അകത്ത് കയറി കഴിഞ്ഞുള്ള വീഡിയോസാണ് ഞാൻ ഈ എടുത്തേക്കുന്നത്. ഞാൻ ഇതുവരെ ഇവിടുത്തെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് സംഭവങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം എല്ലാവരും കണ്ട് മനസ്സിലാക്കുക. കറികളും കാര്യങ്ങളും പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പായസമൊക്കെ ഒത്തിരി സൈസിലുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിക്കാവേ. അപ്പം ഞങ്ങൾ അവിടെ ഇത് കഴിഞ്ഞേച്ച് പിന്നെ എല്ലാവരും എണീറ്റുന്ന പ്രാർത്ഥനയൊക്കെയാണ്. അപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ ശേഷമാണ് അവിടെ കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അതിന് വഴിപാടൊക്കെ ചെയ്തവരുടെയൊക്കെ ഇതൊക്കെ ഉണ്ട്. പിന്നെ എനിക്കൊന്ന് ഇത് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തെങ്ങാണ്ടാന്ന് തോന്നുന്നു. ഇതിന് ഓരോ വഴിപാടിൻ്റെ എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ അറിയാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കിതൊക്കെ ഒരു ആദ്യ കാഴ്ചകളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടുണ്ടല്ലോ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കാണുന്നതൊക്കെ. അപ്പം എല്ലാവരും വന്ന് പ്രാർത്ഥനയും കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ വള്ളക്കാർ വരാനായിട്ട് കുറേ താമസമായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ വള്ളക്കാരും വരുന്നതനുസരിച്ച് അവർ വന്ന് കയറിയതിന് ശേഷമേ അവരുടെ കൂടുതലുള്ളവർക്കൊക്കെ ഫുഡ് കഴിക്കേണ്ടി കയറത്തുള്ളൂ. പിന്നെ ഇങ്ങനെ പ്രാർത്ഥന അങ്ങനെ കുറേ കാര്യം. പക്ഷേ അവിടെ ഒന്നും വീഡിയോ എടുക്കാനുള്ള ആരുടെയെങ്കിലും പറഞ്ഞത് എടുത്ത് തന്നായിരുന്നേനെ. പക്ഷേ എന്ന് വെച്ചാൽ നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാനത് വലിയ ഇതായിട്ട് എടുത്തില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കുറേയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞേച്ച് പിന്നെ ഇവർ ഓരോന്നും ചോദിച്ചാണ് മേടിക്കുന്നത്. ഇങ്ങനെ കടുപായസം അതിനകത്ത് പറയുന്നുണ്ട്. കുറച്ചൊക്കെ ഞാൻ എടുത്തു കേട്ടോ. അവിടെ നിന്ന് അങ്ങനെ തിരിഞ്ഞ് നിന്നിട്ട് എടുക്കാൻ ഇച്ചിരി പാടുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് തിരിഞ്ഞ് നിൽക്കാൻ ഇച്ചിരി പാടാണ്. കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അവർ ഓരോന്നും ഇങ്ങനെ ചോദിക്കുന്നതാണ്. അത് നല്ല രസമാണ് കേൾക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും സദ്യ കഴിപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പും പപ്പടവും പായസവും പിന്നെ സാമ്പാറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. മോരും എല്ലാം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു. പായസം തന്നെ 4 സൈസ് ഉണ്ടായിരുന്നു കേട്ടോ. കടലപ്പായസം, പഴം പായസം, പിന്നെ അടപ്രഥമന്, പാൽപ്പായസം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിരുന്നു.
അങ്ങനെ കുറേയൊക്കെ വീഡിയോ ഒക്കെ പിടിച്ചു. അങ്ങനെ നമ്മുടെ ഊണൊക്കെ കഴിഞ്ഞ് സദ്യ ഊണ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇവിടെ ഇറങ്ങി. പിന്നെ അടുത്ത വള്ളക്കാരൊക്കെ ഇങ്ങനെ ഓരോരുത്തരും ഓരോ കരക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വരുന്ന വഴിക്ക് പിള്ളേർക്ക് ബിരിയാണിയൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ. അവർ കൊണ്ടുവരാൻ പറ്റിയില്ല, അതുകൊണ്ട് അവർക്ക് ബിരിയാണിയൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയം.